മണിക്കൂറുകളോളം നീണ്ട ഗതാഗത കുരുക്കുകൾക്കും ചുവന്ന സിഗ്നലുകൾക്കും മുന്നിൽ ഇനി അക്ഷമയോടെ കാത്തിരിക്കേണ്ട. ഇന്ത്യയിലെ ഈ പേരുകേട്ട നഗരത്തിൽ ഇനി ട്രാഫിക് ലൈറ്റുകളില്ല. ഏതാണ് ആ നഗരമെന്ന് അറിയുമോ? രാജസ്ഥാനിലെ പ്രശസ്തമായ കോട്ട എന്ന നഗരമാണ് ഇന്ത്യയിലെ ആദ്യ സിഗ്നൽ രഹിത നഗരമായി മാറിയത്. നിരവധി ലക്ഷ്യങ്ങളോടെയാണ് ഈ സിഗ്നൽ രഹിത നഗരം എന്ന ആശയം നടപ്പാക്കുന്നത്. തടസ്സമില്ലാതെയുള്ള ഗതാഗതം ഉറപ്പാക്കുന്നതിനൊപ്പം നിരത്തുകളിലെ കാത്തിരിപ്പ് ഒഴിവാക്കുക, വാഹനങ്ങളിലെ ഇന്ധന ചെലവ് കുറയ്ക്കുക, റോഡിലെ തിരക്ക് ഇല്ലാതാക്കുക തുടങ്ങിയവ റെഡ് സിഗ്നൽ ഒഴിവാക്കുക എന്ന ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നു. സ്മാർട്ടർ അർബൻ മൊബിലിറ്റിയിലേക്കുള്ള ഒരു വിപ്ലവകരമായ നീക്കത്തിലൂടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി കോട്ട ചരിത്രത്തിൽ ഇടം നേടിയത്. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നഗരമായി കോട്ട മാറിയതിനു പിന്നിൽ അശ്രാന്ത പരിശ്രമത്തിന്റെ നാൾ വഴികളുണ്ട്. കൃത്യമായ ആസൂത്രണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡ് രൂപകൽപ്പനയിലെ നൂതന മാർഗങ്ങൾ എന്നിങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മികച്ച പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് കോട്ട റെഡ് സിഗ്നൽ ഇല്ലാത്ത നഗരമായി മാറിയത്. അതിനായി ആദ്യം ചെയ്തത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി അർബൻ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് കോട്ടയും രാജസ്ഥാൻ ഗവൺമെന്റും ഒരുമിച്ച് ചേർന്ന് ഒരു റോഡ് നവീകരണ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഇതിന്റെ ഭാഗമായി 30 ഫ്ലൈ ഓവറുകൾ, അടിപ്പാതകൾ, കവലകൾ എന്നിവ നിർമ്മിച്ച് സിഗ്നലുകൾ പൂർണ്ണമായും ഒഴിവാക്കി. സാധാരണയായി ഗതാഗത കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളെ റിംഗ് റോഡുകളുമായി ബന്ധിപ്പിച്ചതായിരുന്നു സിഗ്നൽ ഒഴിവാക്കുന്നതിനായി സ്വീകരിച്ച ആദ്യ നടപടി. ഈ റോഡുകൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സിഗ്നലുകൾ അനിവാര്യമായ കവലകളിലൂടെയുള്ള യാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്. തിരക്കേറിയ ജംഗ്ഷനുകളിൽ വാഹനങ്ങളുടെ തടസ്സമില്ലാതെയുള്ള യാത്രകൾ ഉറപ്പാക്കുന്നതിനായി ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും നിർമ്മിച്ചു. ഈ നേട്ടം കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, നൂതനമായ നഗര ആസൂത്രണത്തിന്റെ വിജയഗാഥ കൂടിയാണ്. ഇടതൂർന്ന ജനസംഖ്യയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ തിരക്കും കാരണം കോട്ടയിൽ ഗതാഗത കുരുക്ക് ഒരു നിത്യ പ്രശ്നമായിരുന്നു. എന്നാൽ കോട്ടയിലെ അർബൻ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് നഗര ആസൂത്രണത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. ഭൂട്ടാനിലെ തിംഫു നഗരമാണ് ആദ്യമായി ഇത്തരമൊരു മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിയത്. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക, കവലകളിൽ കാത്തുനിൽപ്പ് സമയം കുറയ്ക്കുക, വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കി ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ നീളുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അമേരിക്കൻ നഗരമായ ഒഹായോയിലെ ക്ലീവ്ലാൻഡിലെ യൂക്ലിഡ് അവന്യൂവിൽ 1914 ഓഗസ്റ്റ് 5-നാണ് ആദ്യമായി ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കുന്നത്. ജെയിംസ് ഹോഗാണ് ഇത് രൂപകൽപ്പന ചെയ്തത്.